പ്രിയ വേണുഗോപാലിൻ്റെ റീസെൻറ്റ് വീഡിയോ അതിൽ പറയുന്ന ബാലഭാസ്കർ ആ ഒരു ആക്സിഡൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ ഇത് കോടതി തന്നെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന കോടതി തന്നെ ചോദിച്ച ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രിയ വേണുഗോപാൽ സംസാരിക്കുന്നത്. അപ്പം അതും നമ്മൾ ഇതിൻ്റെ മുമ്പ് ചെയ്തൊരു വീഡിയോനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സ്വർണ്ണക്കടത്തിൻ്റെ പാറ്റേൺ ഉണ്ട്. 2018-19 സമയത്ത് പ്രളയം നടന്ന ടൈമിലൊക്കെ ഈ സ്വർണ്ണക്കടത്ത് കേരളത്തിൽ ഇങ്ങനെ അതിഭീകരമായി നടത്തപ്പെട്ടു എന്നും അത് ചെയ്യാൻ വേണ്ടി ഏതൊക്കെ സോഴ്സ് ത്രൂ ആണ് ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ട് എന്നുള്ളതും എനിക്ക് അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു അപകടം ക്രിയേറ്റ് ചെയ്ത ഒരു രീതി, അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾ, അവരുടെ തൊഴിൽ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കിതിൽ ഭയങ്കരമായ ഡൗട്ട് എനിക്കുണ്ട്. അതും കൂടി ഞാനിതിൽ പറഞ്ഞു വയ്ക്കാം. എന്നാണെങ്കിൽ നമുക്ക് പ്രിയ ചെയ്ത വീഡിയോൻ്റെ കുറച്ച് ഭാഗങ്ങൾ ആദ്യം കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. തമ്പി ഹൈക്കോടതി വിധിയിൽ എടുത്തു പറഞ്ഞ 3-4 പോയിന്റ്സ് ഉണ്ട്. അതിലൊന്ന്, തമ്പി ഈ അപകടം നടക്കുന്നതിൻ്റെ തലേ ദിവസം 24-ാം തീയതി രാത്രി ആകാശ് ഷാജി എന്ന് പറഞ്ഞൊരു വ്യക്തിയുമായി ദീർഘനേരം സംസാരിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 8.5 മിനിറ്റ്. ആ രാത്രി ആകാശ് ഷാജി എന്ന് പറയുന്ന ജിത്തു എന്ന് പറയുന്ന വിഷ്ണു സോമസുന്ദരത്തിൻ്റെ കസിൻ വിഷ്ണുവിനോടൊപ്പം ദുബായിലാണ്. അപ്പോൾ ഈ ആകാശ് ഷാജിയോട്, അതായത് ഈ ആകാശ് ഷാജി എന്ന് പറയുന്ന ജിത്തു എന്ന് പറയുന്ന ആൾ ഗോൾഡ് സ്മഗ്ലിംഗ് കേസിൽ ഒരു മിഡിൽമാൻ ആണ്. ദുബായ് ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മിഡിൽമാൻ ആണ് ആകാശ് ഷാജി എന്ന് പറയുന്ന ഈ ജിത്തു. ബാലുചേട്ടൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു ആ ഒരു കാലയളവിൽ എന്നുള്ളതിന് ഒരു തെളിവ് നമുക്കുണ്ടായിരുന്നത്, ബാലുചേട്ടൻ പ്രളയ സമയത്ത് സൺ ഹോംസിൻ്റെ മുമ്പിൽ നിന്ന് ഒരു ലൈവ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലൈവ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ബാലുചേട്ടൻ്റെ ചുറ്റും ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കളക്ഷൻ പോയിന്റ് ആയിട്ടാണ് സൺ ഹോംസ് അദ്ദേഹം പറയുന്നത് അതിനകത്ത്. അപ്പോൾ ബാലുചേട്ടൻ പറയുന്നതിൽ ഒരു നമ്പർ ബാലുചേട്ടൻ കാണാതെ പറയുന്നുണ്ട്. അത് തമ്പിയുടെ നമ്പറാണ്. രണ്ടാമതൊരു നമ്പർ വിഷ്ണുവിനോട് ചോദിച്ചിട്ട് പറയാൻ പറയുന്നുണ്ട്. വിഷ്ണു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് കാണിക്കുന്നുണ്ട്. അത് ജിത്തുവിൻ്റെ നമ്പറാണ്. ഈ സമയത്ത് തന്നെ ജിത്തു എന്ന് പറയുന്ന ഒരാൾ പുറകെ മിന്നിമായുന്നുണ്ട്. ബാലുചേട്ടൻ്റെ ആ വിഷ്വൽസ്, ലൈവ് വിഷ്വൽസ് കണ്ടാൽ അറിയാം. അപ്പോൾ ഈ ജിത്തു ആണ് ദുബായിലെ മിഡിൽമാൻ ആണ് എന്ന് പറയുന്നത്, വിഷ്ണുവിൻ്റെ കസിനാണ്. അപ്പോൾ ഈ ജിത്തുവുമായി ജിത്തു എന്ന ആകാശ് തമ്പിയുമായി ആകാശ് ഷാജിയുമായി പ്രകാശ് തമ്പി എന്തിന് ഇത്ര നേരം സംസാരിക്കണം, അതും 24-ാം തീയതി രാത്രി? ഈ ചോദ്യം വ്യക്തമായിട്ട് കോടതി ചോദിച്ചിട്ടുണ്ട്. ഈ ഗോൾഡ് സ്മഗ്ലിങ്ങിൽ ഇൻവോൾവ് ആയ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പല വ്യക്തികളുടെ പേരുകളാണ് ഈ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ്, ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. ഇതിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്ന് നമുക്ക് പൊതുവേ സംശയിക്കാവുന്ന പല വ്യക്തികളുടെയും ഇപ്പോഴുള്ള കേസും കാര്യങ്ങളും അവർ ചെയ്ത ഗോൾഡ് സ്മഗ്ലിംഗ് ഒക്കെ പുറത്ത് വരുമ്പോൾ ഓബ്വിയസ്ലി ഈ കാര്യങ്ങൾ ഒന്നും കൂടി ഒരു ഇൻവെസ്റ്റിഗേഷൻ വേണ്ടേ എന്നുള്ളത് മാത്രമേ ഇവിടെ എല്ലാവരും ചോദിക്കുന്നുള്ളൂ. ഇപ്പോൾ ഇതിൽ ഇവർ പറഞ്ഞ ആ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോനകത്ത്. അതായത് ഈ പ്രളയ സമയത്ത് ബാലഭാസ്കർ ചെയ്ത ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ, ആ വീഡിയോയിൽ പറഞ്ഞ ഒരു നമ്പർ ഈ പൂന്തോട്ടത്തിലെ അവരുടെ ആ പയ്യനുമായിട്ട്, ആ പയ്യൻ്റെ നമ്പറാണെന്നുള്ളതാണ് ഇപ്പോൾ പ്രിയ പറയുന്നത്. ഞാനത് അന്ന് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാഞ്ഞത്, എനിക്ക് ഐ വാസ് നോയിങ് ദിസ്. പ്രിയ തന്നെ വന്നിട്ടത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇപ്പോൾ പ്രിയ ഇപ്പോൾ പറഞ്ഞത് കൊണ്ട് തന്നെ ഇനി എനിക്കെൻ്റെ സംശയങ്ങൾ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. KSRTC ഡ്രൈവർ റിലേറ്റഡ് ആയിട്ടും പിന്നെ ഈ പറഞ്ഞ തമ്പിയും ബാക്കി ടീമുകളൊക്കെ സംശയം മാത്രമാണ് ഞാൻ പറയുന്നത്. കറക്റ്റ് എന്ന് പറയാൻ ഞാൻ CBI ഒന്നുമല്ലല്ലോ. അപ്പോൾ എന്താണെങ്കിലും ആ പ്രളയ വീഡിയോ ഞാൻ ഒന്നും കൂടി, പ്രളയ സമയത്ത് പറഞ്ഞ ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ ഞാൻ ഒന്നും കൂടി പ്ലേ ചെയ്യട്ടെ. അവിടെ ബാലഭാസ്കർ പറഞ്ഞ കാര്യങ്ങൾ. ഹായ്, ബാലഭാസ്കർ ആണ് ഇവിടെ. ഞങ്ങളിവിടെ ഒരു ചെറിയൊരു കളക്ഷൻ പോയിന്റിലാണ്. ഞങ്ങൾ സൺ ഹോംസിൻ്റെ സൗദി അറേബ്യ ഓഫീസിലാണ്. നാളെ ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ആൾക്കാർ എറണാകുളം വരെ ഒരു ലോറിയിൽ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. കുറച്ച് മെഡിസിൻസും ബെഡ്ഷീറ്റ്സ്, അങ്ങനെ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയിലാണ് ഞങ്ങൾ സാധനങ്ങൾ കയറ്റുന്നത്. ഇതിലേക്ക് കയറ്റാൻ
ഇനിയും സ്പേസ് ഉണ്ട് അതിനകത്ത് കയറാനായിട്ട്. അപ്പം ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ യു ആർ വെൽക്കം. ഒന്നുകൂടെ പറയാം, കവടിയാറിലാണ്. കവടിയാറിൽ സൺ ഹോംസിൻ്റെ ഓഫീസിൽ വെച്ചിട്ടാണ് ഈ കളക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ യു ആർ വെൽക്കം ടു കോൺട്രിബ്യൂട്ട്. 2 നമ്പർ. വിഷ്ണു, ജിത്തുൻ നമ്പർ എത്ര? ജിത്തുൻ നമ്പർ എന്ന് പറയൂ. 9895702405. അതൊരു നമ്പർ. പിന്നെ ഒന്ന് 9895196634. ഇതിലേതെങ്കിലും ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നാളെ രാവിലെ 10 മണി വരെ കളക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവിടുന്ന് നാളെ 10 മണിക്കെങ്കിലും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. സോ വെൽക്കം. താങ്ക് യു. പ്രിയ റെഫർ ചെയ്യുന്നത് ഈ വീഡിയോ ആണ്. ഇതിൻ്റെ ബാക്കിൽ ജിത്തു ഉണ്ടെന്നാണ് പറയുന്നത്. ആ ജിത്തുവിൻ്റെ ഒരു ഫ്രീസ് ചെയ്ത സ്ക്രീൻ, ഇത് അത്ര ക്ലിയർ അല്ല. ആ ടൈമിലുള്ള വിഷ്വൽസ് ആണ്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മളിത് ഇങ്ങനെ എടുത്ത് പ്ലേ ചെയ്യുമ്പോൾ അതിനൊരു ക്ലാരിറ്റി കുറവ് കാണും. ആ ജിത്തുവിൻ്റെ നമ്പറാണ് വിഷ്ണു പറഞ്ഞു കൊടുക്കുന്നത് ബാലഭാസ്കറിന്. ആൻഡ് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഈ ജിത്തുവിൻ്റെ നമ്പറൊന്നും അത്ര അറിയാൻ മാത്രമുള്ള കണക്ഷൻ, അല്ലെങ്കിൽ ആ നമ്പർ ബാലഭാസ്കറിന് അറിയില്ല. പക്ഷേ ജിത്തു വാസ് ദെയർ. ഓക്കെ, ആ ടൈമിൽ ജിത്തു അവിടെ ഉണ്ട്. സോ ജിത്തുവിൻ്റെ ഒരു ഫ്രീ സ്ക്രീൻ ഞാനിവിടെ വയ്ക്കാം. അതുകൊണ്ട് ഈ നമ്പർ പറഞ്ഞതിൽ പ്രിയ പറഞ്ഞ പോലെ ജിത്തുവിൻ്റെ നമ്പറും തമ്പിയുടെ നമ്പറുമാണ് ഒബ്വിയസ്ലി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഇവരെല്ലാം ഒരു ബെൽറ്റിനകത്ത് തന്നെ ഇരിക്കുന്ന ആളുകളാണ്. ഓക്കെ, വിഷ്ണു, തമ്പി, ജിത്തു, ഇതൊക്കെ ഒരു ബെൽറ്റിനകത്തുള്ള ആളുകൾ. പൂന്തോട്ടം, എല്ലാം കണക്ട് ചെയ്യുന്നത് ഒരു ബെൽറ്റിനകത്ത്. ഇവരൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു കോമൺ ഫാക്ടർ സ്വർണ്ണം. ഓക്കെ, ഇപ്പം എന്താണെങ്കിലും ഈ ഒരു സംഗതി നിങ്ങൾ കണ്ടു, നിങ്ങളത് മനസ്സിലെടുത്ത് വെച്ചോ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം കൂടിയും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സംശയങ്ങളിലേക്ക് വരാം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷൻ ഇനി പ്രിയ അതിനകത്ത് സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കലാഭവൻ സോബി 2 വ്യക്തികളെ കണ്ടു ഈ വണ്ടി ഇടിച്ച സമയത്ത്. ആ വ്യക്തികൾ ബൈക്കിലായിരുന്നു, എന്തോ അവർ തമ്മിൽ കൈമാറി അവർ പോയി എന്ന് പറഞ്ഞു. അവരുടെ ഒരു രൂപസാദൃശ്യം അല്ലെങ്കിൽ രൂപം സോബി പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഒന്ന് പ്രകാശൻ തമ്പിയും ഒന്ന് ഈ പറഞ്ഞ ജിത്തു ആവാനുള്ള സാധ്യതകളില്ലേ എന്നുള്ളതാണ് പ്രിയ പറയുന്നത്. ഈ 24-ാം തീയതി രാത്രി തന്നെ, അതായത് ഏകദേശം 8 മണി അടുപ്പിച്ച് പ്രകാശ് തമ്പി ഈ പള്ളിപ്പുറം ഈ ആക്സിഡൻറ്റ് നടന്ന സ്ഥലവുമായി ഒരുപാട് ദൂരമില്ലാത്ത പോത്തൻകോട് എന്ന് പറയുന്ന സ്ഥലത്ത് ATM-ൽ നിന്ന് 25,000 രൂപ പിൻവലിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തമ്പി പറഞ്ഞത് മറ്റാവശ്യങ്ങൾക്കാണ്. കാരണം ഇവരുടെ പ്രകാശ് തമ്പിയുടെ ഭാര്യ ഈ സുശ്രുത ക്ലിനിക്കിൽ അഡ്മിറ്റഡ് ആയിരുന്നു, അവരുടെ ഗൈനക് റിലേറ്റഡ് ഇഷ്യൂസിന് വേണ്ടി, ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിനു വേണ്ടി എടുത്ത പണമാണ്, അതിനുവേണ്ടി വിഡ്രോ ചെയ്ത പണമാണ്. പക്ഷേ തമ്പി അതിനു മുമ്പ് കൊടുത്ത മൊഴിയിൽ ഈ പ്രകാശ് തമ്പിയുടെ ഭാര്യയായ അനുശ്രീയെ ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നത് അന്നേ ദിവസം വൈകിട്ടാണ്, 24-ാം തീയതി വൈകിട്ടാണ്. പിന്നെ സന്ധ്യ കഴിഞ്ഞിട്ട് ഇയാൾ എന്തിനാണ് പണം എടുത്തത് എന്നൊരു ചോദ്യം വന്നു. ഈ പോത്തൻകോട് ഈ സ്ഥലത്ത് നിന്ന് ഷോർട്ട് കട്ട് ഉണ്ട് ഈ പള്ളിപ്പുറം അപകടം നടന്ന സ്ഥലത്തേക്ക് എത്താനായി. അപ്പോൾ ഈ ഏരിയയിൽ തമ്പി ആ രാത്രി ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഒരു തെളിവുണ്ടല്ലോ. ആ രാത്രി തമ്പി അവിടെ തന്നെ ഉണ്ടായിരുന്നതിനുള്ള കാരണം ചോദിച്ചിട്ടുണ്ട്. ജിഷ്ണു എന്ന് പറയുന്ന വ്യക്തി, പൂന്തോട്ടം ലതയുടെ മകനായ ജിഷ്ണു എന്ന വ്യക്തി തലേ ദിവസം രാത്രി പ്രകാശ് തമ്പിയുടെ വീട്ടിലുണ്ടായിരുന്നു. ഒരു രസകരമായ എപ്പിസോഡാണ് എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു ജിഷ്ണുവിൻ്റെ കാര്യം. കാരണം ജിഷ്ണു എന്ന് പറയുന്ന ആൾ ഓസ്ട്രേലിയയിൽ എന്തോ പ്രീ മെഡിക്കൽ കോഴ്സ് എങ്ങാണ്ട് ചെയ്യുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് എറണാകുളത്ത് വന്നു, തൃശ്ശൂർ വന്നു. 23-ാം തീയതി മുഴുവൻ അയാളുടെ CDR പ്രകാരം തൃശ്ശൂരിൽ തന്നെയുണ്ട്. 23-ാം തീയതി രാത്രി അർദ്ധരാത്രിയോടുകൂടി അയാൾ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്നു. നോക്കൂ, ഈ ജിഷ്ണുവിൻ്റെ അമ്മയാണ് വടക്കുംനാഥ ക്ഷേത്രത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്യുന്നത്, ബാലുചേട്ടനും ലക്ഷ്മിക്കും കുഞ്ഞിനും വേണ്ടി അറേഞ്ച് ചെയ്യുന്നത്. പക്ഷേ ജിഷ്ണു, അതെ, ഇത് പൊരുത്തക്കേടുകൾ വരുന്ന വിധം ഒന്ന് ആലോചിക്കണം. അതായത് ജിഷ്ണു 24-ാം തീയതി രാത്രി അവിടെ നിന്ന് പുറപ്പെട്ട്, 23-ാം തീയതി മിഡ് നൈറ്റ് അവിടെ നിന്ന് പുറപ്പെട്ട് 24-ാം തീയതി വെളുപ്പിനെ ഒരു 7:15 കൂടി തിരുവനന്തപുരത്ത് എത്തുന്നു. തമ്പിയെ വിളിക്കുന്നു, തമ്പിയുടെ വീട്ടിലേക്ക് പോകുന്നു.
ബാലുചേട്ടനും കുടുംബവും 8 മണി അടുപ്പിച്ച് തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരേക്ക് പോകുന്നു. അതായത് ജിഷ്ണുവിൻ്റെ അമ്മ തന്നെ അറേഞ്ച് ചെയ്ത കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ജിഷ്ണു വന്നതിന് കാരണം പറഞ്ഞത് മെഡിക്കൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇയാൾ ഒരുപാടടുത്ത് ഈ പ്രീ മെഡിക്കൽ കോഴ്സ് ചെയ്തു. ഇയാളുടെ പഠനാവശ്യത്തിനായി ബാലുചേട്ടൻ ഒരുപാട് കാശ് മുടക്കിയിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. റഷ്യയിൽ പോയി എന്ന് പറയുന്നു, ഓസ്ട്രേലിയയിൽ പോയി എന്ന് പറയുന്നു. ഇതിനൊക്കെ ബാലുചേട്ടൻ്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം അറിയുന്ന ഒരുപാട് പേരുണ്ട്. അതൊക്കെ രേഖാമൂലമാണോ അക്കൗണ്ട് ട്രാൻസ്ഫർ ആണോ എന്നുള്ളതും ഒന്നും തൊട്ടിട്ടില്ലാത്ത വിഷയമാണ്, അതൊന്നും അന്വേഷിച്ചിട്ടില്ലാത്ത വിഷയമാണ്. കൊടുത്ത 10 ലക്ഷം രൂപ തിരിച്ചു തന്നു. ഇത് മാത്രമാണ് സ്ഥിരമായി കേൾക്കുന്ന പല്ലവി. പക്ഷെ അല്ലാതെ തന്നെ ഒരുപാട് തുക ഇയാൾക്ക് വേണ്ടിയിട്ട് തന്നെ ചിലവാക്കിയിട്ടുണ്ട്, കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് അറിയുന്ന കാര്യമാണ്. ബാലുചേട്ടൻ്റെ അച്ഛനും അറിയുന്ന കാര്യമാണ്, ബാലുചേട്ടൻ തന്നെ പറഞ്ഞു. അപ്പോൾ ഇയാൾ വന്ന തിങ്കളാഴ്ച രാവിലെ അല്ലെങ്കിൽ ഈ 25-ാം തീയതി രാവിലെ തന്നെ അയാൾക്ക് എവിടെയോ കുറേ പേപ്പേഴ്സ് സമർപ്പിക്കാനുണ്ടെന്നോ അല്ലെങ്കിൽ അവിടെ നിന്ന് ആരോടോ എൻക്വയറി ചെയ്യാനുണ്ടെന്നോ ഒക്കെ പറഞ്ഞാണ് ഇയാൾ വരുന്നത്. വന്ന ആൾ തമ്പിയുടെ കൂടെ തന്നെയുണ്ട്, തമ്പിയുടെ കൂടെ രാത്രിയുണ്ട്. അങ്ങനെയാണ് ലതയുടെ കോൾ ജിഷ്ണുവിന് ആദ്യം വരുന്നത്. 4:15 കഴിഞ്ഞിട്ട് അപകടം നടന്നു എന്നുള്ളത് ജിഷ്ണു വഴി തമ്പി അറിയുന്നു. അങ്ങനെയാണ് പിന്നെ കാര്യങ്ങൾ നടക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ജിത്തുവിൻ്റെ ഒരു ചെറിയൊരു ഒരു മിന്നായം പോലെ ജിത്തുവിനെ കണ്ടു, ഒരു പുൽകാന്താടിയൊക്കെയാണ്. പിന്നെ തമ്പി, പ്രകാശൻ തമ്പി ആക്ച്വലി റെഗുലറായിട്ട് ബാലഭാസ്കർ റിലേറ്റഡ് വീഡിയോസിനകത്തൊക്കെ നമ്മൾ വെക്കുന്ന ഫ്രെയിമിനകത്തുണ്ട്. സോ കുറച്ച് തടിച്ച് പൊക്കമുള്ള സൈസുള്ള ഒരാൾ. പ്രിയ പറഞ്ഞ ആ ഒരു പോയിൻറ്റും കൂടി, അതായത് സോബി പറഞ്ഞ ഒരു രൂപസാദൃശ്യമുള്ള ആളുകളിലേക്ക് ഇവർ കണക്റ്റ് ആവുന്നുണ്ട്. ആൻഡ് പ്രകാശൻ തമ്പി ഈ ടൈമിൽ ഈ അപകടം നടന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു ATM നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഈ ജിത്തു നാട്ടിലെത്തിയിട്ടുണ്ട്, എന്ത് റീസണാണെന്നറിയില്ല. പൂന്തോട്ടത്തിൻ്റെ മകൻ നാട്ടിലെത്തിയിട്ടുണ്ട്. ആൻഡ് ഈ പറഞ്ഞ പ്രകാശൻ തമ്പിയുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ഇവർ അഡ്മിറ്റ് ചെയ്ത സമയത്തും അതിന് മുൻപോ അങ്ങോട്ടൊക്കെ ഇനി ജിത്തു ഇവരുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഹി സീംസ് ടു ബി എ മിഡിൽ മാൻ ഇൻ ദിസ് ഗോൾഡ് തിങ് എന്നും പ്രിയ പറയുന്നുണ്ട്. ഇവരിലേക്കൊക്കെ സംശയിക്കാം, സംശയങ്ങളെത്താം. സ്വർണം റിലേറ്റഡ്, സ്വർണം തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു ഫാക്ടർ എല്ലാവരും സംശയിക്കുന്നത്. ഫൈൻ, അപ്പോൾ ആ സംശയങ്ങൾ അവിടെ നിൽക്കട്ടെ. പുതിയൊരു പേരും കൂടി ആഡാവുന്നു, പുതിയൊരാളും കൂടി ആഡാവുന്നു. പ്രിയ അയാളുടെ പിൻ പോയിൻ്റായിട്ട് എടുത്ത് പറയുന്നു. ആൻഡ് ഞാൻ വീണ്ടും പറയുന്നു, ഈ ATM നിന്ന് കാശ് വിഡ്രോ ചെയ്ത പ്രകാശൻ തമ്പി, പിന്നെ ഈ പറഞ്ഞ ജിത്തു, ഇവരൊക്കെ ആ സ്ഥലത്തുണ്ടെങ്കിൽ, ഈ പറഞ്ഞ സോബി ഇവരെയാണ് കണ്ടത് എന്നുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ റൂബൻ തോമസിൻ്റെ വീടാണ് ഈ അപകടം നടന്ന സ്ഥലത്തിനടുത്ത് ഉള്ളത് എന്നുള്ളതും ഞാൻ കൃത്യമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ റൂബൻ തോമസിൻ്റെ വീടും ഇതിന് ക്ലോസ് ബൈ, ഈ ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്തിന് ക്ലോസ് ബൈ. ഈ പറഞ്ഞ പ്രകാശൻ തമ്പിയും ഈ അപകടം നടന്ന സ്ഥലത്ത് എത്തിപ്പെടാനുള്ള സർക്കിൾ ചുറ്റളവിൽ 10-20 കിലോമീറ്റർ, 15 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് വഴി തന്നെ 10 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ. പ്രകാശൻ തമ്പി, റൂബൻ തോമസിൻ്റെ വീട്, പ്രകാശൻ തമ്പിക്കൊപ്പം ഈ ജിത്തു. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, ഈ റൂബൻ തോമസ് എന്ന് പറഞ്ഞ വ്യക്തി ഇതിനും ഇവരുടെ ഒപ്പം സ്വർണം പൊട്ടിക്കൽ പരിപാടിയുടെ സ്വർണം കടത്ത് പരിപാടിയിൽ ഇൻവോൾവ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. സോ എല്ലാവരെയും കണക്ട് ചെയ്യുന്നത് സ്വർണ്ണമാണ്. സോ റൂബൻ തോമസിൻ്റെ വീട് CRPF ക്യാമ്പിൻ്റെ അടുത്തുള്ളൊരു വീടാണ്. പ്രകാശൻ തമ്പി ATM നിന്ന് പൈസ വിഡ്രോ ചെയ്തിട്ട് ഈ അപകടം നടന്ന സ്ഥലത്തിനടുത്ത് എവിടെയോ ഉണ്ട്. പ്ലസ് ജിത്തു ഇയാളുടെ കൂടെ ഉണ്ട്. ഈ ജിത്തു ഒരു മിഡിൽ മാനാണ് ഈ ഗോൾഡ് റിലേറ്റഡ് പരിപാടിയിൽ. ഇതൊക്കെ കണക്ട് ചെയ്യുമ്പോൾ ഇനി KSRTC ഡ്രൈവർ ആദ്യം മൊഴി കൊടുക്കുന്നു, ഐ വിറ്റ്നസ് ആവുന്നു, പിന്നെ അയാൾ വിറ്റ്നസിൽ നിന്ന് മാറുന്നു, പിന്നെ അയാൾ ഗൾഫിലേക്ക് പോകുന്നു. ഓക്കെ, ഈ ജിത്തു ഒരു ഗൾഫ് ബേസ്ഡ് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളും, ഇയാൾ ഗൾഫിലേക്ക് പോകുന്നു. പിന്നെ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ എൻ്റെ ഒരു ഡൗട്ടായിട്ട് തന്നെ നിങ്ങൾ കൂട്ടിക്കോ. ഓക്കെ, അതുകൊണ്ട് ഞാൻ തന്നെ ഇങ്ങനെ എഴുതി വെച്ച് വായിക്കുകയാണ്. ഫൈൻ, കാരണം നമുക്കിത് ഞാൻ പറഞ്ഞു വരുമ്പോൾ ഒരു സംശയം വരും. അപ്പോൾ ഞാൻ എഴുതി വെച്ച് വായിക്കുകയാണ്. ഇതൊരു സ്റ്റോറി എന്ന് നിങ്ങൾ നോക്കണ്ട. ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ സ്വർണം കടത്തുന്ന ടീമിൻ്റെ ഭാഗമായിട്ടുള്ള വ്യക്തികളാണ് ഇതിൽ പറഞ്ഞു കേൾക്കുന്ന എല്ലാവരും. വളരെ ഹ്യൂജ് ക്വാണ്ടിറ്റി തിരുവനന്തപുരം എയർപോർട്ട് വഴി സ്വർണ്ണക്കടത്ത് വിത്ത് ദിസ് ഈ കസ്റ്റംസ് ഓഫീസർ അടക്കമുള്ളവരുടെയൊക്കെ ഒരു ബന്ധമായിട്ട് ഇതിനകത്ത് ഇവർ സ്വർണം കടത്തിയിട്ടുണ്ട്.
ആൻഡ് ആ പ്രളയ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ 2018, 19, 20 സമയത്ത് ഏറ്റവും കൂടുതൽ ഗോൾഡ് ഷോപ്പിൻ്റെ ഉദ്ഘാടനം കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഗോൾഡ് ഈ പ്രളയം റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ കൊണ്ടുപോകാനും പുറത്തുനിന്ന് കുറേ സാധനങ്ങൾ കേരളത്തിലേക്ക് സഹായം വന്നതൊക്കെ ആയിട്ട് കൊണ്ടുവരാൻ ചാൻസുകളുണ്ട്. അപ്പോൾ ഈ സാധനം അങ്ങനെ എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനൊക്കെ ആ ടൈം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോഴൊക്കെ ഇവരൊക്കെ ഒരു ബെൽറ്റിനകത്ത് ഈ ആരോപിതരായ, അതായത് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുള്ള ഈ മരണത്തിന് കാരണക്കാരാവാം എന്ന് നമ്മൾ ആരോപിക്കുന്ന സംശയിക്കുന്ന വ്യക്തികളൊക്കെ ഒറ്റക്കെട്ടാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, KSRTC ബസ്സിൽ ചെക്കിങ് ഉണ്ടാവും. KSRTC ബസ് ചെക്ക് ചെയ്ത് നിങ്ങൾ കാണാറുള്ളൂ. ഇപ്പോൾ റീസെൻ്റായിട്ട്, ഇതിന് മുമ്പൊന്നും ഞാൻ KSRTC ബസ്സൊന്നും ഇൻ്റർസ്റ്റേറ്റ് പോകണമെങ്കിൽ പോലും ചെക്ക് ചെയ്ത് ഞാൻ കാണാറില്ല. ഒരു വിശ്വാസം ഉണ്ട് KSRTC ബസ്സിന്. ഇതിൻ്റെ ഐ വിറ്റ്നസ് എന്ന് പറയുന്നത് ഒരു KSRTC ഡ്രൈവറുമാണ്. ഓക്കെ, ഇനി ഞാൻ വായിക്കാം. ഇവിടെ ഓക്കെ, ഹ്യൂജ് ക്വാണ്ടിറ്റി ഗോൾഡ് കടത്തുന്നത് KSRTC ബസ്സിലാണെങ്കിലും ഓക്കെ. ഇനി ഈ ബസ് തിരുവനന്തപുരം ടു മലപ്പുറം ആൻഡ് തൃശ്ശൂർ ആണെങ്കിലോ ഓക്കെ. ഇനി ഈ ചെയിനുമായിട്ട് ഏതെങ്കിലും മലപ്പുറം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗോൾഡ് ചെയിൻ ടീമിന് എന്തെങ്കിലും തരത്തിൽ XYZ ഉള്ള എന്തെങ്കിലും ഒരു പേരുള്ള എന്തെങ്കിലും ഒരു മലപ്പുറം ബേസ്ഡ് ഗോൾഡ് ചെയിൻ ടീമിന് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെങ്കിലോ, അങ്ങനെ ഉണ്ടെങ്കിൽ ഓക്കെ, ഈ ഗോൾഡ് അവർക്ക് ഏറ്റവും കൂടുതൽ കടത്താൻ പറ്റുന്നത് അല്ലെങ്കിൽ കൊണ്ടുപോകാൻ പറ്റുന്നത് KSRTC വഴിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരിതൊരിക്കലും ഒരു എന്താ പറയുക, ഒരു ഷോപ്പിലൊന്നും കൊണ്ടുപോകില്ല. നമ്മളെ പൊട്ട ധാരണയാണ് സ്വർണം കടത്തുന്നവർ ഈ കട്ട സ്വർണ്ണമായിട്ട് ഇതിന് ഷോപ്പിൽ കൊണ്ടുപോകുന്നതല്ല. ഈ ലോക്കലായിട്ട് ഗോൾഡ് സ്മിത്തുകളുണ്ടാവും, ചെറിയ ചെറിയ സ്വർണ്ണപ്പണി എടുക്കുന്ന ആളുകൾ. തൃശ്ശൂർ ബേസ്ഡ് ആയിട്ടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ സ്വർണ്ണപ്പണി എടുക്കുന്ന ആളുകളൊക്കെ ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഓർണമെൻറ്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഗോൾഡ് സ്മിത്തിൻ്റെ കൈ കൊടുത്ത് ഇതൊക്കെ ഓർണമെൻറ്റ്സ് ആക്കിയിട്ടുണ്ടെങ്കിലും, അതാണ് റെഗുലറായിട്ട് നടക്കുന്നൊരു പാറ്റേൺ എന്നുണ്ടെങ്കിൽ നമുക്ക് സംശയിക്കാവുന്ന ഒരു കാര്യമല്ലേ. ഇനി അങ്ങനെ നമ്മൾ സംശയിച്ചു എന്ന് വിചാരിച്ചു. അന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ ആക്സിഡൻറ്റ് നടന്ന ബാലഭാസ്കറിൻ്റെ വണ്ടിക്കകത്ത് സ്വർണ്ണം ഉണ്ടായിരുന്നു, 40 പവനോ അങ്ങനെ എന്തോ സ്വർണ്ണം ന്യൂസിൽ വന്നിട്ടുണ്ട് ആ സംഗതി. ഓക്കെ, ബാലഭാസ്കറിന്റെ മരണസമയത്ത് കാറിലുണ്ടായിരുന്ന സ്വർണത്തിന്റെ ഉറവിടം അന്വേഷിക്കുന്നു. 40ഓളം പവൻ സ്വർണവും 2 ലക്ഷത്തിലേറെ രൂപയുമാണ് കാറിൽ നിന്ന് കണ്ടെടുത്തത്. വാഹനം ഓടിച്ചിരുന്നത് അർജുൻ തന്നെയാണെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ നിഗമനം. വിശദാംശങ്ങൾ CG അരുൺ സിംഗ് നൽകും. അരുൺ, ഈ കാര്യത്തിൽ അന്വേഷണം ഒരുപാട് മുന്നോട്ട് പോകുന്നു. ഒരുപക്ഷെ ഈ പ്രിയ വേണുഗോപാൽ ഫേസ്ബുക്കിലൂടെ അടക്കം ഉന്നയിച്ച ആക്ഷേപമാണ് ഈ സ്വർണം, ഇത്രയും സ്വർണം എന്തിന്? അപ്പോൾ ആ വഴിയിലൂടെയും പോലീസ് സഞ്ചരിച്ചു തുടങ്ങുന്നു, അങ്ങനെയാണോ? ദാസ്, ഇന്നത്തെ ചോദ്യം, പ്രകാശൻ തമ്മിയുടെ ചോദ്യം ചെയ്യലോടുകൂടി ഏതാണ്ട് ഒരു ആദ്യഘട്ടത്തിലെ അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമായത് സംശയം ദൂരീകരിച്ചിട്ടുള്ളത് അപകട സമയത്ത് വാഹനം ഓടിച്ചത് ആര്? ആ ചോദ്യത്തിന് അത് കൃത്യമായി അർജുനാണ് എന്ന് ഉത്തരം ലഭിച്ചിട്ടുണ്ട്. അർജുന്റെ പരിക്കുകൾ, ശാസ്ത്രീയ തെളിവുകൾ, സാഹചര്യങ്ങൾ എല്ലാം വെച്ച് അങ്ങനെ ഒരു നിഗമനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത ഘട്ടത്തിലെ പ്രധാനപ്പെട്ട അന്വേഷണമുള്ളത് ഈ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കാറിൽ നിന്ന് അപകട സമയത്ത് കണ്ടെടുത്തിട്ടുള്ള സ്വർണത്തിന്റെ ഉറവിടം, അല്ലെങ്കിൽ എന്തിന് ഇത്രയും സ്വർണവും ഇത്രയും പണവും ഒരു ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന വഴിക്ക് ഒരു കുടുംബം കയ്യിൽ കരുതി എന്നുള്ളതാണ്. പലതവണ ബാലഭാസ്കറിന്റെ കുടുംബം അടക്കമുള്ളവരുടെ മൊഴിയെടുത്തിരുന്നു. അത് അവരുടെ സ്വന്തം സ്വർണവും ബാലഭാസ്കറിന്റെ പണവുമാണ്. അത് വീട് പൂട്ടിപ്പോകുന്നത് കൊണ്ട് കൂടെ കൊണ്ടുപോയി എന്നുള്ളതാണ് നൽകിയിട്ടുള്ള മൊഴി. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ മൊഴിയാണോ എന്ന് കണ്ടെത്താനുള്ള ഒരു സാഹചര്യത്തെ കുറിച്ചാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ പ്രകാശൻ തമ്പിയുടെയും ബാലഭാസ്കറിന്റെയും പാലക്കാട് പൂന്തോട്ടം കുടുംബത്തിനൊക്കെ തന്നെ സാമ്പത്തിക ഇടപാടുകളിൽ ചില സംശയങ്ങളുണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് തന്നെ എത്തുന്നുണ്ട്. അത് ദൂരീകരിക്കുക എന്നുള്ളതാണ് അടുത്ത ഘട്ട അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിന്റെ ഏറ്റവും ആദ്യഘട്ടമായിരിക്കും ഈ സ്വർണം എന്തിന് ഇത്തരം വാഹനത്തിൽ കൊണ്ടുപോയി എന്നുള്ള ഉത്തരം കണ്ടെത്തുക എന്നുള്ളത്. ലക്ഷ്മിയായിട്ടുള്ള ഇന്റർവ്യൂവിനകത്ത് ഇതൊന്നും മനോരമക്കാർ ചോദിച്ചിട്ടില്ല. പൈസയും സ്വർണവും ആരതാ, എപ്പോൾ വന്നു, എങ്ങനെ വന്നു, നിങ്ങളുടെ സ്വർണ്ണമാണെന്നുണ്ടെങ്കിൽ അത് മേടിച്ചതിൻ്റെ റെസിപ്റ്റോ കാര്യങ്ങളോ, നമ്മളങ്ങനെയാണ്, നമ്മൾ സ്വർണ്ണം മേടിച്ച റെസിപ്റ്റ് കാണില്ല നമ്മളടുത്ത്. അപ്പോൾ വീട് പൂട്ടി അമ്പല ദർശനത്തിന് പോകുമ്പോൾ ഇത്രയും പവൻ സ്വർണ്ണമായിട്ട് ആരെങ്കിലും പോരുക എന്നുള്ള ചോദ്യങ്ങളൊന്നും ലക്ഷ്മിയായിട്ട് ചോദിച്ച് കണ്ടില്ല. എൻ്റെ വണ്ടിക്കകത്ത് സ്വർണ്ണവും പൈസ ഉണ്ടായിരുന്നു, അത് വിത്ത് വിഷ്വൽ പ്രൂഫ് ന്യൂസിൽ വന്നതുമാണ്. തൃശ്ശൂർ ബേസ് ആയിട്ട് കുറേ ചെറിയ ചെറിയ സ്വർണ്ണപ്പണിക്കാരുണ്ട്. അവിടെ ഇപ്പോൾ ഈ കടത്തി കൊണ്ടുവരുന്ന സ്വർണം KSRTC ബസ്സിലൊക്കെ ആക്കിയിട്ട് ആരും ചെക്കൊന്നും ചെയ്യാത്ത രീതിയിൽ ഇവർക്ക് ചെറിയ ചെറിയ പണിക്കാരെടുത്ത് കൊടുത്തിട്ട് ഓർണമെൻറ്റ്സ് ആക്കാൻ പറ്റും.
ഓക്കെ, നമുക്ക് പോസിബിലിറ്റിയാണ് ഞാൻ പറയുന്നത്. എന്താണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള സെറ്റപ്പുകൾ ഇതിനകത്ത് റെഗുലറായിട്ട് നടന്നിരിക്കാം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തൃശ്ശൂർ അമ്പലത്തിൽ നിന്ന് ഇവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് വണ്ടി ഓടിച്ചിരുന്ന വ്യക്തി വണ്ടി ഇവരുടെ അറിവില്ലാതെ പല സ്ഥലങ്ങളിലൂടെയും പോയി ഫ്ലൈ ഓവറിനടിയിൽ ഇതിലേക്ക് സ്വർണം കയറി എന്നൊക്കെയാണ് സോബി പറയുന്നത്. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഓടിച്ചിരുന്ന വ്യക്തി തീരുമാനിക്കുകയാണ് ഒരു കാര്യം ചെയ്യാം. ഓക്കെ, ഈ വണ്ടിക്ക് ഒരു ആക്സിഡൻറ്റ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫ്രെയിം കൊണ്ടുവരാം. ഓക്കെ, ഇത് ABC, ഞാൻ ആരും പേര് പറയുന്നില്ല, ABC എന്ന് പറഞ്ഞ വ്യക്തികൾ സ്വർണം കടത്തുന്നു. അത് D എന്ന് പറഞ്ഞ വ്യക്തി, ഈ D എന്ന് പറയുന്നത് മേ ബി ഡ്രൈവർ ആവാം. D എന്ന് പറഞ്ഞ ഡ്രൈവർക്ക് ഈ ABC നടത്തുന്ന സ്വർണ്ണ കച്ചവടം അറിയാം, അത് ഹ്യൂജ് ക്വാണ്ടിറ്റിയാണെന്നറിയാം. അപ്പോൾ D എന്ന് പറഞ്ഞ വ്യക്തി ഈ ഡ്രൈവർ ആയിരിക്കാം. ഈ ഡ്രൈവറിന് ഒരു മോഹം തോന്നുകയാണ്, ഇത്രയും സ്വർണം എന്താണെങ്കിലും ഇതിലിരിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടാക്കാം. റെഗുലറായിട്ട് മേ ബി ചിലപ്പോൾ ഈ പ്രക്രിയ നടന്നിരിക്കാം, വണ്ടിയിൽ നമുക്ക് സ്വർണം കയറിയിരിക്കാം. ഒരു ആക്സിഡൻ്റ് ഉണ്ടാക്കാം. ആക്സിഡൻ്റ് ഉണ്ടാക്കിയിട്ട് ഈ സ്വർണം എത്രയും പെട്ടെന്ന് ആരും അധികം നോട്ടീസ് ചെയ്യാത്ത രീതിയിൽ ഒരു അടുത്ത വാഹനത്തിലേക്ക് വേണമെങ്കിൽ മാറ്റാം. നിങ്ങൾ ആലോചിക്കണം, D എന്ന് പറഞ്ഞ ഈ വ്യക്തി ഇപ്പോൾ റീസെൻ്റ്ലി പെരിന്തൽമണ്ണയിൽ സ്വർണ്ണക്കടത്തുമായിട്ട് പിടിച്ച പരിപാടിയിൽ അവിടെയും വണ്ടിയുടെ ഡ്രൈവറാണ്. ഒരു എക്സിക്യൂഷൻ മാനിപ്പുലേഷൻ അയാൾ ചെയ്തിരിക്കാം. അപ്പോൾ ഈ D എന്ന് പറഞ്ഞ ഡ്രൈവർ എന്ന് പറഞ്ഞ വ്യക്തി ABC അറിയാതെ ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടു സ്വർണം തട്ടാൻ, സ്വർണം പൊട്ടിക്കാൻ. അപ്പോൾ Dൻ്റെ പ്ലാനിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരാളായിരിക്കണം ബാക്കിൽ. അത് കൃത്യ ഒരു സമയം കാണൂടെ, അപ്പോൾ ഓടിപ്പിടിച്ച് സ്പീഡിൽ കൃത്യസമയത്ത് ഒരു പോയിന്റിൽ എത്തണം. മനസ്സിലായോ, ഒരു പോയിന്റിൽ എത്തണം. ആ പോയിൻ്റ് ആയിരിക്കണം ഈ അപകടം നടന്ന സ്ഥലം. ആ അപകടം നടന്ന സ്ഥലം ആ പോയിൻ്റ് ആവാൻ കാരണം ബാക്കി കുറച്ച് പേര് ഇതിൻ്റെ വേണമെങ്കിൽ ഭാഗമാകാം എന്ന് തോന്നുന്ന ആളുകൾ ഒക്കെ ഈ പോയിന്റിലുണ്ട്. റൂബൻ തോമസ് ഉണ്ട്, കുറച്ചപ്പുറത്ത് പ്രകാശൻ തമ്പി ഉണ്ട്, ഒപ്പം ജിത്തു ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പോയിന്റിൽ വെച്ചൊരു ആക്സിഡൻറ്റ് ഉണ്ടാക്കുക. ഓക്കെ, ഒരു ആക്സിഡൻറ്റ് ഉണ്ടാക്കുക. ആ ആക്സിഡൻറ്റ് ഉണ്ടാക്കിയിട്ട് ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരു പരിപാടിയാണ് ഈ KSRTC എന്ന് പറയുന്നത്. ഈ KSRTCയിലേക്ക് ഈ സ്വർണം കയറ്റിയാൽ ഒരു വിറ്റ്നസ് ഈ KSRTCയുടെ ഡ്രൈവർ തന്നെ ആയി വന്നാൽ, ഒരു ആക്സിഡൻറ്റ് കേസിൽ ഒരു ഐ വിറ്റ്നസ് വരികയാണ്, അത് നാച്ചുറൽ ആക്സിഡൻ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കേസ് മുന്നോട്ട് പോകില്ല. ഓക്കെ, പിന്നെ കേസ് മുന്നോട്ട് പോകാൻ വളരെ വളരെ പാടാണ്. അങ്ങനെ KSRTC വഴി ഗോൾഡ് എടുക്കാനുള്ളൊരു പ്ലാൻ ഇട്ടിരുന്ന് അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഇങ്ങനെ മുന്നോട്ട് നടത്തുമ്പോൾ പെട്ടെന്ന് തോന്നുകയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റിനൊരു സോളിഡ് സാധനം വരണം. വണ്ടി കൊണ്ടുപോയിട്ട് മരത്തിലിടിക്കുന്നു, ബാക്കിൽ KSRTC വരുന്നു, കാണുന്നു, ചാടി ഇറങ്ങുന്നു, ബാക്കിൽ വരുന്ന 800 നിർത്തിയിട്ട് ലിവർ മേടിച്ച് ചില്ലടിച്ച് പൊട്ടിക്കുന്നു. ഓക്കെ, പല 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 തരത്തിലുള്ള സ്ക്രിപ്റ്റുകൾ. അപ്പോൾ നാട്ടുകാർ കാണുന്നു, കുറേ പെട്ടികളുണ്ട്, പെട്ടികളൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റുന്നത് കാണുന്നു. സോബി അതിന് മുമ്പ് തന്നെ ആക്സിഡൻറ്റ് നടന്ന സമയത്ത് തന്നെ കുറേ പേര് അവിടെ കാണുന്നു. അതൊന്നും നാട്ടുകാരല്ല എന്ന് പറയുന്നു. നാട്ടുകാരനെ പറയുന്നു ഞങ്ങളല്ലാത്ത കുറേ പേര് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ വണ്ടി കൊണ്ടുപോയി ഇടിപ്പിക്കും എന്നുള്ളത് ചിലർക്കറിയാം. വണ്ടി കൊണ്ടുപോയി ഇടിപ്പിച്ച് കഴിഞ്ഞാൽ അതിനൊരു സ്ക്രിപ്റ്റ്, ഇത് വണ്ടി നാച്ചുറലായിട്ട് ഉറങ്ങി ഇടിച്ചതാണെന്ന് അറിയാനും, അല്ലെങ്കിൽ ഈ ഇടിയുടെ ആഘാതത്തിൽ ആരെങ്കിലും അതിനകത്ത് ഇല്ലാതായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഇടിക്കുന്നതിന് മുമ്പ് സോബി പറഞ്ഞ പോലെ അതിനകത്തുള്ളൊരു വ്യക്തിയെ ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഇടിയിലൂടെ വന്നതാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, വണ്ടി ഓടിച്ചത് ഇന്ന ആളാന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ഒരു KSRTC ഡ്രൈവർക്ക് കൊടുക്കാൻ പറ്റില്ലേ? ഈ കാരണം സ്വർണ്ണക്കടത്തിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം സ്മഗ്ലിംഗ് ആ സ്വർണം കടത്തിയതിൽ KSRTCയിലെ സ്ഥിരം ഉദ്യോഗസ്ഥനല്ലാത്തൊരു വ്യക്തിയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ KSRTCയിൽ സ്ഥിരമോ സ്ഥിരമല്ലാതെയോ വരുന്ന ആളുകളിൽ പലർക്കും പല കേസുകളിലും ഇതിന് മുമ്പ് പ്രീവിയസ് ആയിട്ട് കുടുങ്ങിയൊരു ഹിസ്റ്ററി ഉണ്ട്. KSRTC പറഞ്ഞ പോലെ സിമ്പിളായിട്ട് ചെക്കിംഗ് ഇല്ലാതെ സ്വർണ്ണമോ സാധനങ്ങളോ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലായിരുന്നു അന്ന്. ഇന്നൊക്കെ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇന്ന് KSRTC ആണെങ്കിലും RTO ചെക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഞാൻ തൊട്ടും തൊടാതെയും പറയുന്നതിൽ നിങ്ങളൊന്നും വിചാരിക്കരുത്. പലർക്കും ഇത് കേൾക്കുമ്പോൾ അവരുടെ തലയിൽ ഇത് ഊഹിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ വിഷയം സിമ്പിളാണ്.
ഡ്രൈവർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് സ്വർണം എടുക്കാൻ തോന്നുകയാണ്, ഒരു ഇത്ര ക്വാണ്ടിറ്റി സ്വർണം റെഗുലറായിട്ട് കയറുന്നുണ്ട് എന്നുള്ളത് അയാൾ അറിയുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇത് കളക്ട് ചെയ്യാനുള്ള ആളുകൾ ആ പോയിന്റിൽ ഉണ്ടെന്ന് അറിയുന്നു. ആ പോയിന്റിൽ അവരുടെ സ്ക്രിപ്റ്റ് അനുസരിച്ച് വണ്ടി ഇടിപ്പിക്കുന്നു. ഒരു ലൈറ്റായിട്ടുള്ളൊരു വണ്ടി ഇടിപ്പിച്ചാൽ മതി. അപ്പോൾ വണ്ടി തട്ടിയതിനനുസരിച്ചിട്ട് ഈ സ്വർണം ഫുള്ള് ഇതിൻ്റെ ABC, ഓക്കെ, ABC എന്ന് പറയുന്നതാണ് ഇതിൻ്റെ മെയിൻ ആൾക്കാർ. അവർ ഓൾറെഡി അവിടെ ഉണ്ട്, ഒരാളെ വീട് അവിടെയാണ്. അപ്പോൾ ആ ഈ ABC ആളുകൾ സ്വർണം വണ്ടി ഇവനെ കൊണ്ട് ഡ്രൈവറോട് ഇടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാണ്ട് ആ ആക്സിഡൻറ്റ് സ്ഥലത്ത് നിന്ന് ഈ സാധനം എടുത്ത് മാറ്റാന്നുള്ള രീതിക്ക് നിൽക്കുമ്പോൾ ദ ഡ്രൈവർ വേറെ സ്ക്രിപ്റ്റ് ഇടുന്നു. വണ്ടി അതിന് മുമ്പ് ഒരു പെട്രോൾ പമ്പിൻ്റെ മുന്നിൽ നിന്ന് തടഞ്ഞു നിർത്തി വണ്ടിയിലുള്ള ഒരാളെ ഇടിച്ച് മൃതപ്രായനാക്കി, ആകെ സീനാക്കി, വിഷയമാക്കി. അവിടുന്ന് ആ വണ്ടിയിൽ അവർക്ക് മേ ബി പറഞ്ഞ പോലെ അവർക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്ത് ആ വണ്ടി നേരെ മരത്തിൽ കൊണ്ടുപോയി ഇടിക്കുമ്പോൾ വണ്ടിക്കകത്ത് ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലാക്കാം. അപ്പോൾ Aയും Bയും Cയും എന്തായി, തീരുമാനമായി. Aയും Bയും Cയും Dനെ എന്തായാലും ഒന്നും ചെയ്യില്ല, കാരണം Aയും Bയും Cൻ്റെയും കാര്യങ്ങളൊക്കെ Dക്ക് അറിയാം. ഓക്കെ, D ഓൾറെഡി ഡ്രൈവർക്ക് ഇതൊക്കെ അറിഞ്ഞിട്ടുള്ള ഒരാളാണ്. മേ ബി അത് അവർ ആരും അത് സീക്രട്ടായിട്ട് നീ അത് ഞങ്ങളെ സാധനത്തിൽ നീ കയറി അടിച്ചല്ലടാ എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കാം. അതങ്ങനെ സെറ്റിലാവാം, ഒന്നും പുറത്ത് വരാൻ പോകുന്നൊന്നുമില്ല. ഒരു സിനിമ സ്ക്രിപ്റ്റ് പോലെ നിങ്ങൾക്ക് തോന്നാം. അപ്പോൾ ഈ Dയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു KSRTC ഡ്രൈവർ വരുന്നു സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതൊരു ഐ വിറ്റ്നസ് ഒരു KSRTC ഡ്രൈവറും കൂടി ആകുമ്പോൾ കുറച്ച് നാച്ചുറാലിറ്റിക്ക് വേണ്ടിയിട്ട് ബാക്കിലുള്ള വണ്ടിയിൽ നിന്ന് ജാക്കി എടുക്കുന്നു, അടിക്കുന്നു, മരത്തുമ്പോൾ കുത്തി ആകെ ചില്ലൊക്കെ പൊട്ടിക്കിടക്കുകയാണ്. ഫ്രണ്ട് ബാക്കത്തിൽ രസം, ആ വണ്ടി ഇടിച്ചപ്പോൾ ബാക്കത്തെ ചില്ലൊന്നും പൊട്ടിയിട്ടില്ല. ഹെഡ് ഓൺ കൊളീഷനകത്ത് ഫുൾ എന്താ പറയുക, ചില്ല് കയറ്റിയിട്ടൊരു വണ്ടിക്കകത്ത് ഒരു മേജർ ഇമ്പാക്റ്റ് ആകുമ്പോൾ എല്ലാ ചില്ലും പൊട്ടും. ഓക്കെ, അതിനിടയിൽ ഒരു ക്രെയിൻ രാത്രി ഇവിടുന്നും ഇല്ലാതെ വന്നിട്ട്, ഇതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞത്, ഒരു ക്രെയിൻ ഉണ്ട്. ആ ക്രെയിനിനെ കുറിച്ച് ആർക്കും ഒരു പിടുത്തമില്ല, ആരും കൊണ്ടുവന്നു എങ്ങനെ കൊണ്ടുവന്നു എന്നുള്ളത്. പിന്നെ ഈ സ്വർണം, ഈ പറഞ്ഞ 40 പവൻ സ്വർണം, അത് ഓർണമെൻറ്റ്സ് ആയിട്ടാണ് വണ്ടിക്കകത്തിരിക്കുന്നത്. അതിനെക്കുറിച്ചൊന്നും ആരും ഒന്നും ചോദിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിമ്പിളാണ്. ഓരോ പോയിന്റിലും ചെറിയ ചെറിയ സ്വർണ്ണപ്പണിക്കാരെ വെച്ചിട്ട് KSRTC പോലെ ഒരുപാട് വിശ്വാസ്യതയുള്ള ഒരു ചാനൽ ത്രൂ സ്വർണം കൊണ്ടുപോകാൻ പറ്റും. അതും ഈ പറഞ്ഞ പ്രളയം ടൈമിലൊക്കെ ഇഷ്ടം പോലെ കൊണ്ടുപോകാൻ പറ്റും. ചെക്കിംഗ് ഒന്നും ആരും വരും എടുക്കുകയൊന്നുമില്ല. മാസീവ് ഹ്യൂജ് എമൗണ്ട്. ആൻഡ് ഇവർക്ക് ഈ കസ്റ്റംസ് ഓഫീസർമാരൊക്കെ ആയിട്ട്, ഒരു കസ്റ്റംസ് ഓഫീസറൊക്കെ ആയിട്ട് ബന്ധമുണ്ടെങ്കിൽ തിരുവനന്തപുരം വഴിയും ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ആവുമല്ലോ. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ഗസ് ചെയ്തതാണ്. ബാക്കി ഇനിയിപ്പോൾ പ്രിയ തന്നെ കുറേ കാര്യങ്ങൾ പറയട്ടെ. എൻ്റെ ഗസ്സിങ്ങിൻ്റെ ഒരു വഴിക്ക് പോട്ടെ. കണക്റ്റ് ആവുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണും. എന്താണെങ്കിലും നോക്കാം.